ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കയ്യിൽ തന്നതിനെ നാം ഇന്നു മുതൽ വ്യാപാരം ചെയ്യാൻ തുടങ്ങണം. ഒന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കയ്യിൽ തന്നതിനെ ഞാൻ ഇന്നു മുതൽ, ഈ സെക്കൻഡ് മുതൽ, നാളെ രാവിലെ അല്ല, ഈ സെക്കൻഡ് മുതൽ ഞാൻ അതിനെ വ്യാപാരം ചെയ്തിരിക്കും. എത്ര പേർക്ക് പറ്റും അത് പറയാൻ? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നതിനെ ഞാൻ ഇന്നു മുതൽ വ്യാപാരം ചെയ്യും. എന്താണ് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിങ്ങൾക്കും 1, 2, 5 കാര്യങ്ങളല്ല തന്നേക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ, നമ്പറസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് വിശദീകരിക്കാനും ഉള്ള സമയവും പോരാ. വളരെ ഒരു ചെറിയൊരു സന്ദേശമാണ് ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ 1, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒന്ന്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്, എൻ്റെ മേൽ തന്നിരിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. നമ്മൾ ആ ദൈവത്തെയാണ് വിശ്വാസമെന്നും അധികാരമെന്നും പരിശുദ്ധാത്മാവ് എന്നും ശക്തി എന്നുമൊക്കെ നമ്മൾ പറയുന്നത് ദൈവത്തെ തന്നെയാണ്. കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒന്നും പുറപ്പെടുന്നില്ല എന്ന് നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യുന്നത് ദൈവത്തിങ്കൽ നിന്ന് ദൈവമായത്, ദൈവികമായത് എൻ്റെ മേൽ തന്നതുകൊണ്ടാണ്. മർക്കോസിൻ്റെ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 23 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ സുപരിചിതമായ വാക്യമാണ്. പക്ഷേ ഭയങ്കരമാകുന്ന ഒരു പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ഞാൻ ആ വേർഡിനകത്ത് കാണുന്നു. ഈ സന്ദേശം നിങ്ങൾ കേട്ട് തുടങ്ങുന്നു. ഞാൻ നിങ്ങളോട് എന്താണ് അവസാനം സംഭവിക്കാൻ പോകുന്നതെന്ന് ആദ്യമേ പറഞ്ഞേക്കാം. ബൈ ഫെയ്ത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ഈ മെസ്സേജിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം ഇതിനകത്ത് സംസാരിക്കുന്ന ഓരോ വാക്കും ഈ മാസത്തെ തുറക്കാനുള്ള താക്കോലായിരിക്കും. ഈ മെസ്സേജിലൂടെ നടക്കുന്ന ഓരോ വാക്കും നമ്മുടെ പ്രോമിസുകളെ തുറക്കാനുള്ള വാക്കുകളായിരിക്കും. ഈ മെസ്സേജിലൂടെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, ഈ മെസ്സേജിലൂടെ പുറപ്പെടുന്ന ഓരോ വേർഡും വലിയ 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 കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ തുറന്നു വെക്കുന്ന വേർഡുകളായിരിക്കും. ഞാൻ ദൈവികമായി നമ്മുടെ മേൽ പലതും ദൈവം പകർന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിലൊന്ന് വേർഡും കൂടെയാണ്. നമ്മുടെ വായിൽ തന്നിരിക്കുന്ന വേർഡും കൂടെയാണ്. വേർഡ് വെറുതെ വായിൽ വരില്ല. ചിലർ സംസാരിക്കുമ്പോൾ വാക്കു വിൽക്കുന്നത് കാണാം, ശരിയല്ലേ? ചിലർ സംസാരിക്കുമ്പോൾ വാക്ക് വിൽക്കുന്നത് കാണാം. പക്ഷെ ചിലർ സംസാരിക്കുമ്പം ഷാർപ്പായിട്ട് സംസാരിക്കുന്ന കാണാം. കാര്യം എന്താ? അവരുടെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കംപ്ലീഷനാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത്. ചിലർ പ്രസംഗിക്കുമ്പോൾ, ചിലർ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് വിക്കി മാത്രമേ വായിലേക്ക് വരാത്ത. അതവർ വിക്കനായതുകൊണ്ടല്ല, അവരുടെ അകത്ത് ക്രിയേറ്റ് ആയ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ഒരു വിശ്വാസം, അതിൻ്റെ പൂർണ്ണമാകുന്ന ഒരു റിഫ്ലക്ഷനാണ് വാക്കുകളായി പുറത്തു വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഓരോ വേർഡും അത് പ്രൊഫറ്റിക് ആയിരിക്കുമെന്നും, അത് പ്രോമിസുകളെ തുറക്കുന്ന, രാജ്യങ്ങളെ തുറക്കുന്ന, പട്ടണങ്ങളെ തുറക്കുന്ന, ആരോഗ്യത്തെ കൊണ്ടുവരുന്ന, സാമ്പത്തിക മേഖല തുറക്കുന്ന, ആത്മീയ മേഖല തുറക്കുന്ന, പുതിയ വെളിപ്പാടുകൾ തുറക്കുന്ന, എൻ്റെ ആത്മീയ നന്മകളെ പിടിച്ചെടുക്കുന്ന വാക്കുകളായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇവിടെ ഒന്ന് എഴുതി വെച്ചതുകൊണ്ടല്ല, എൻ്റെ അകത്ത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളുന്ന ഒരു സ്പിരിറ്റിൻ്റെ ബാക്ക് സപ്പോർട്ട് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളെ ഈ വാക്കുകൾ തൊടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ഈ വാക്ക് തൊടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തലയെ ഈ വാക്ക് തൊടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രോമങ്ങളെ ഈ വാക്ക് തൊടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തോ ഒരു വല്ലാത്ത പ്രത്യേകമാകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വേർഡ് നിങ്ങളുടെ വീട്ടിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വേർഡ് നിങ്ങളുടെ മേൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം തിരുവെഴുത്ത് പറയുന്നു, അവൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് തനിയെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി പോയി. 5 അപ്പം കൊണ്ട് സ്ത്രീ പൈതങ്ങളെ കൂട്ടാതെ, 5 അപ്പം കൊണ്ട് സ്ത്രീകളെയും പൈതങ്ങളെയും കൂട്ടാതെ 5000-ഓളം പേരെ
നിറച്ചതിന് ശേഷം മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് ജനത്തെ അവരുടെ ഊരുകളിലേക്ക് പറഞ്ഞു വിട്ട് ശിഷ്യന്മാരെയും താനെ പടക് കയറി ഗന്നസരേത്ത് ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് തനിയെ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിക്കുന്ന ചില വീരന്മാർ ഇതിനകത്തുണ്ട്. ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടിട്ടും പ്രാർത്ഥനയുടെ വരം മാത്രം കൈമുതലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഈ വേർഡ് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നിന്ന് പലരും ഒഴിഞ്ഞു പോയാലും, നമ്മുടെ ലൈഫിൽ നിന്ന് പലരും നിർബന്ധിതമായി അവരെ പറഞ്ഞയക്കേണ്ടവരാണ്, നിർബന്ധമായും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടവരാണ്. നല്ല അർത്ഥത്തിൽ അവരെ ഒരു കുടുംബമാക്കേണ്ട നിലയിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടവരാണ്. നിർബന്ധമായും ചിലർ അന്യദേശത്ത് വേലയ്ക്ക് പോകേണ്ടവരാണ്. നിർബന്ധമായും ചിലർ മറ്റൂരുകളിൽ വേലയ്ക്ക് പോകേണ്ടവരാണ്. നിർബന്ധമായും ചിലർ അവർ ഓഫീസ് ജോലി ചെയ്യേണ്ടവരാണ്. നിർബന്ധമായും അവർ ചില യാത്രകൾക്ക് പോകേണ്ടവരാണ്. നിർബന്ധമായും അവർ മറ്റ് കുടുംബങ്ങളിലേക്ക് കയറിപ്പോകേണ്ടവരാണ്. നിർബന്ധമായും അവർ നമ്മിൽ നിന്ന് വിട്ടുമാറിയിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലും നമുക്ക് കൈമുതലായും ഒരസറ്റായും എന്നിലും നിങ്ങളിലും ലൈവായി വർക്ക് ചെയ്യുന്നൊരു സ്പിരിറ്റാണ് പ്രയറിൻ്റെ സ്പിരിറ്റ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് പ്രയർ. യേശു കർത്താവ് ഒരു മിറാക്കിൾ ചെയ്യുന്നതിന് മുൻപെല്ലാം തന്നെ പശ്ചാത്തലം പഠിച്ചാൽ അതൊരു ഉറക്കപ്പായി ഇന്ന് ചാടി എഴുന്നേറ്റ് നേരം വൈകിയല്ലോ എന്ന് പറഞ്ഞ്, മീറ്റിങ്ങിന് സമയമായല്ലോ എന്ന് പറഞ്ഞ്, അയ്യോ ഇന്നത്തെ കാര്യം ഇനി എങ്ങനെയാവൂ എന്ന് പറഞ്ഞ് തത്തിപ്പൊത്തി വല്ല വിധേനയും പോയി മിനിസ്റ്റർ ചെയ്യുന്നത് ഞാൻ തിരുവെഴുത്ത് പഠിച്ചതിൽ നിന്ന് കണ്ടിട്ടേയില്ല. നാളെ ചെയ്യേണ്ട കാര്യത്തിന് ശ്രദ്ധിച്ചേ, നാളെ ചെയ്യേണ്ട കാര്യത്തിന് ഒന്നും കൂടെ ശ്രദ്ധിച്ചേ, നാളെ ചെയ്യേണ്ട കാര്യത്തിന് ഇന്നേ പ്രിപ്പയർ ആകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ യേശുവിൽ കണ്ടിട്ടുണ്ട്. പലർക്കും പല കാര്യങ്ങളിലും പൂർണ്ണത കൈവരിക്കാത്തതിൻ്റെ കാരണം അവരെല്ലാം റെഡി ടു ഈറ്റ് മോഡിലിരിക്കുന്നത് കൊണ്ടാണ്. റെഡി ടു ഈറ്റ് മോഡിലിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അറ്റ്ലീസ്റ്റ് റെഡി ടു കുക്ക് മോഡിലെങ്കിലും ഇരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് പാത്രത്തിലിട്ട് ഒന്ന് ഇളക്കാനെങ്കിലും ഉള്ള ഒരു മോഡിലെങ്കിലും ഇരുന്നെങ്കിൽ വൻ കാര്യങ്ങൾ പലരും കൂടെ നടക്കുമായിരുന്നു. ഈ ദിവസം നിങ്ങളുടെ ദിവസമാണ്, അതുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ റെഡി ടു ഈറ്റ് എന്ന ഒരു തലത്തിൽ നിന്നും, എൻ്റെ ഒരു വാക്കുകൂടെ കയറ്റി വെച്ചാൽ റെഡി ടു കുക്ക് എന്ന തലത്തിൽ നിന്നും അതിൻ്റെ ഉൽപാദന ലെവലിലേക്കും ഉൽപാദനക്ഷമതയിലേക്കും എന്ന ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങൾ ഇറങ്ങുമല്ല കയറുവാണ് ചെയ്യേണ്ടത്. അവിടെ ഇച്ചിരി പാടാണ്. നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം നമ്മുടെ കൺമുമ്പിൽ വർണ്ണശബളമാകുന്ന ഒരു കവറിൽ ഇരിക്കുന്ന ലെവലിലല്ല മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയി നോക്കിയാൽ നമ്മൾ കാണുന്നത്, ഫാക്ടറി പോയി നോക്കിയാൽ നമ്മൾ കാണുന്നത്. അവിടെ റോ മെറ്റീരിയൽ പല 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 രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലാസ് പല നിലയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സാമഗ്രികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു സൂപ്പർവൈസറുണ്ട്, അതിൻ്റെ പിന്നിലൊരു പർച്ചേസ് മാനേജറുണ്ട്, അതിൻ്റെ പിന്നിലൊരു ഏരിയ പല രീതിയിൽ അവിടെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും. പക്ഷേ ആ കമ്പനിക്ക് പറയാൻ കഴിയുന്ന ചില ഗുണനിലവാരങ്ങൾ റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് ലെവലിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പറയാനൊക്കത്തില്ല. ഞാൻ പറയുന്ന ആഴം മനസ്സിലാവുന്നുണ്ടോ? ഒരു കമ്പനി എൻ്റെ പ്രൊഡക്റ്റിൽ, എൻ്റെ ഫുഡ് പ്രോഡക്റ്റിൽ, അല്ലെങ്കിൽ എൻ്റെ മെഡിസിനിൽ, അല്ലെങ്കിൽ എൻ്റെ ഉൽപ്പന്നത്തിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ കണ്ടു. സാധാരണ ഞങ്ങൾ വീട്ടിൽ സൺഫ്ലവർ ഓയിൽ മേടിക്കാറില്ല, വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ മേടിക്കാറില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ആ പാക്കറ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ നോക്കിയ സമയത്ത് സൺഫ്ലവർ ഓയിലിൻ്റെ പുറത്ത് ഞാൻ മുമ്പ് സൺഫ്ലവർ ഓയിൽ മേടിച്ചിട്ടുണ്ട്. മുമ്പൊന്നും ഞാൻ കാണാത്ത ഒരു പ്രത്യേക പാക്കിംഗ് ഒക്കെ വന്നിട്ട് അതിനകത്ത് കമ്പനി അവകാശപ്പെടുകയാണ് ഇതിനകത്ത് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്.
പുറകെ മറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കുറേ ബെനിഫിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഒരിക്കലും മറ്റൊരു കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. അവരുടെ ഉൽപ്പന്നത്തിൽ അവർ ആ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുന്നതുവരെ ഇതവർ അത് ഉപയോഗിച്ച് ആ സാധനം വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് അത് പറയാൻ പറ്റുന്നത്, ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വായിച്ചു നോക്കാതെ മേടിച്ച് സാപ്പിടുന്ന എനിക്ക് പറയാൻ പറ്റത്തില്ല. ടേസ്റ്റ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനകത്ത് വൈറ്റമിൻ ഡി ഇത്ര, വൈറ്റമിൻ ഇ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഈ ടേസ്റ്റ് ചെയ്യുന്ന എനിക്ക് പറയാനൊക്കത്തില്ല. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? റെഡി ടു കുക്ക് മോഡും റെഡി ടു ഈറ്റ് മോഡിലും ഇരിക്കുന്നതിനേക്കാൾ ഒരു ഉൽപാദനക്ഷമതയുള്ള ഒരു പദവിയിലേക്ക്, ഒരു സംരംഭക പദവിയിലേക്ക്, ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു പദവിയിലേക്ക്, ചിലതൊക്കെ കൽപ്പിക്കാനുള്ളൊരു പദവിയിലേക്ക്, ചിലതൊക്കെ ആജ്ഞാപിക്കാനുള്ളൊരു പദവിയിലേക്ക്, ഒരു ഉടമസ്ഥ അനുഭവത്തിലേക്ക്, ഒരു അവകാശി തലത്തിലേക്ക്, ഒരു പുത്രത്വ പദവിയിലേക്ക് ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ അടിമ എന്ന അനുഭവത്തിൽ നിന്ന് ഉടമ എന്ന അനുഭവത്തിലേക്ക്, ഒന്നുകൂടെ, അടിമ എന്ന താഴ്ന്ന തട്ടിൽ നിന്ന് ഉടമ എന്ന ഉയർന്ന തലത്തിലേക്ക് ദൈവാത്മാവ് ഈ മാസം നിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുകയാണെന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. മൈ ഗോഡ്, ഇൻ ജീസസ് നെയിം, യേശുവിൻ നാമത്തിൽ ഈ ഒരു ഉടമസ്ഥ സ്ഥാനത്തേക്കാണ് താങ്കളെ ദൈവാത്മാവ് വിളിച്ചിരിക്കുന്നത്. അർത്ഥം, അടിമ ചങ്ങലകൾ പൊട്ടുന്ന, അടിമ നുകങ്ങൾ തകരുന്ന, എല്ലാ തരത്തിലുള്ള ഡ്രൈനസിൽ നിന്നും പുറത്തു വരുന്ന ഒരു ദൈവികമാകുന്ന സെലക്ഷൻ നിന്റെ മേൽ ദൈവാത്മാവ് കൈമാറുകയാണ്. ഒരു വെളിപ്പാടുകൂടെ പറയാം. 5 അപ്പവും ഇച്ചിരിയും പോകുന്ന മീനും ഉൽപാദകന്റെ കയ്യിലേക്ക് കിട്ടിയപ്പോ, ബാലന്റെ കയ്യിലിരുന്നപ്പോ അങ്ങനെ തന്നെ ഇരുന്നു, ശിഷ്യന്റെ കൈ വന്നപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷെ ഉൽപാദകന്റെ കയ്യിലേക്ക് വന്നപ്പോ, അത് പണിയുന്നവന്റെ കയ്യിലേക്ക് വന്നപ്പോ, ക്രിയേറ്റ് ചെയ്യുന്നവന്റെ കയ്യിലേക്ക് വന്നപ്പോ, രൂപം മാറ്റാൻ കഴിവുള്ളവന്റെ കയ്യിലേക്ക് വന്നപ്പോ, എണ്ണം മാറ്റാൻ കഴിവുള്ളവന്റെ കയ്യിലേക്ക് വന്നപ്പോ, അധികാരമുള്ളവന്റെ കയ്യിലേക്ക് വന്നപ്പോ, അത് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5 എന്നത് 5000 പേരിലേക്കും, വിളമ്പിയ ശിഷ്യന്മാർക്ക് ബോണസ് എന്ന വണ്ണം കുട്ടയുടെ വലിപ്പമനുസരിച്ച് 12 കുട്ടയോളവും ശേഷിച്ചു. നമ്മൾ കേട്ടും വായിച്ചും പ്രസംഗിച്ചും മടുത്തിരിക്കുന്ന ഒരു വചനഭാഗമാണെങ്കിലും ഞാൻ ഇന്ന് ഈ വേർഡ് എടുക്കുമ്പോൾ എനിക്ക് അനുഭവിക്കുന്നത് ഒരു പുതുമയാണ്. അത് അടിമത്തത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പരിമിതിയുടെ അനുഭവത്തിൽ നിന്ന് കയ്യേറ്റ ഒരു യേശു കർത്താവിൻ്റെ ശുശ്രൂഷയല്ല അവിടെ കാണുന്നത്. ഉടമസ്ഥതയിൽ നിന്ന് ആരുടെ കിങ്ഡത്തിന് കീഴിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന അവബോധത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പുത്രത്വത്തിൻ്റെ ശുശ്രൂഷയാണ് ഞാൻ യേശുവിൽ കാണുന്നത്. ഹല്ലേലൂയ. ആക്ച്വലി അവിടെ ഇത്രയും ജനം വന്നപ്പോൾ അവിടെ ഇൻസഫിഷ്യൻ്റ് ആയിരുന്ന ഫുഡ്, ആക്ച്വലി ഇത്രയും പേർക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് കയ്യിലുള്ളത് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ, ആക്ച്വലി ഈ മാസം പലരെയും പല റിക്വയർമെൻറ്റുകളും മീറ്റ് ചെയ്യേണ്ട സന്ദർഭത്തിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളതും കൂട്ടിയതും എല്ലാം കൂടെ ഇൻസഫിഷ്യൻ്റ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ, ആക്ച്വലി ചില കമ്മിറ്റ്മെൻറ്റുകൾ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ഈ മാസം, ഈ ദിവസം, ഈ ഒരു പീരീഡിൽ കയ്യിലുള്ളത്, നിങ്ങളുടെ ഓർമ്മയിലുള്ളത് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ് യേശുവിൻ്റെ അരികിലേക്ക് വരാൻ. ഇൻസഫിഷ്യൻ്റ് ആയിരുന്നതിനെ സഫിഷ്യൻ്റ് ആയ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് അത് ഏറ്റുവാങ്ങിയപ്പോൾ എവിടെയും എന്തും ഫുൾഫിൽ ചെയ്യാൻ ദൈവത്തിൻ്റെ കിങ്ഡത്തിൽ നിന്ന് അതോറിറ്റി ക്യാരി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കയ്യിലേക്ക്, അങ്ങനെ തന്നെ പറയാം,
വന്നപ്പോ അത് എങ്ങോട്ട് ഉയർത്തിയാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമായി ബുദ്ധി ഉണ്ടായിരുന്ന, ജ്ഞാനമുണ്ടായിരുന്ന, ബോധമുണ്ടായിരുന്ന കർത്താവ് വ്യക്തമായി ആ ഒരു സ്പോട്ടിലേക്ക് അതിനെ കാണിച്ചപ്പോ യേശുവിന്റെ നാമത്തിൽ അത് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പേരിലേക്കും വാങ്ങി വിളമ്പിയ ശിഷ്യന്മാരുടെ കുട്ടയ്ക്കൊത്തവണ്ണം 12 കുട്ടയും ശേഷിച്ചുവെങ്കിൽ ഈ ദിവസം ഞാൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി, ശുശ്രൂഷകന്മാരെ നോക്കി ഞാൻ ആത്മാവിൽ ഈ പ്രവചന പദം ഡിക്ലെയർ ചെയ്യുകയാണ്. പല ഇൻസഫിഷ്യന്റ് ആയിരിക്കുന്നതും സഫിഷ്യന്റ് ആകുന്ന, പല ഇൻകംപ്ലീറ്റ് ആയിരിക്കുന്നതും കംപ്ലീറ്റ് ആകുന്ന, ആമേൻ ഹല്ലേലൂയ, പല അവസാനിച്ചതും ആരംഭിക്കുന്ന നിലവാരത്തിൽ ഈ മാസത്തെ എൻ്റെ ദൈവം ചേഞ്ച് ചെയ്തിരിക്കും. ഇതൊരു നിറവിന്റെ മാസമായി പരിശുദ്ധാത്മാവ്, ഇതൊരു നിറവിന്റെ പീരീഡായി ദൈവാത്മാവ് മാറ്റിയിരിക്കും. പലയിടത്തും പല റിക്വയർമെന്റുകളും മീറ്റ് ചെയ്യേണ്ടവർ എന്നെ കാണുന്നുണ്ട്. പലയിടത്തു നിന്ന് വാങ്ങിയതും കൊടുത്തു വീട്ടേണ്ടവർ എന്നെ കാണുന്നുണ്ട്. പല നിയമ നടപടികളും ക്യാൻസൽ ചെയ്യേണ്ടവർ എന്നെ കാണുന്നുണ്ട്. പല പല കൽപ്പനകളും റദ്ദ് ചെയ്ത് കളയണമെന്ന് പ്രാർത്ഥിക്കുന്നവർ എന്നെ കാണുന്നുണ്ട്. പല നോട്ടീസും കയ്യിൽ വെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ എന്നെ കാണുന്നുണ്ട്. പല പേപ്പേഴ്സും പല പാസ്പോർട്ടുകളും ആമേൻ 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 പല ഡോക്യുമെന്റ്സും കയ്യിൽ വെച്ചിരുന്ന് വ്യക്തമായി എന്നോട് പറയുന്നു, ചില പേപ്പേഴ്സ്, ചില റിപ്പോർട്ടുകൾ, പാസ്പോർട്ടുകൾ, ലെറ്ററുകൾ, ഡോക്യുമെന്റ്സ് അത് കയ്യിലെടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. നിന്റെ ജീവിതത്തിൽ ഇൻസഫിഷ്യന്റ് ആയിരിക്കുന്നതിനെ സഫിഷ്യന്റ് ആക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക പ്രവൃത്തി ആ ഡോക്യുമെന്റിൽ, ആ പേപ്പറിൽ, ആ ബുക്കിൽ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവാത്മാവ് റിലീസാക്കുന്നു റൈറ്റ് നൗ. ഇതിനകത്ത് സാക്ഷ്യങ്ങൾ പൊങ്ങി വരും, ഇതിനകത്ത് സാക്ഷികൾ പൊങ്ങി വരും, ഇതിനകത്ത് സാക്ഷികൾ. ആത്മാവിൽ ഞാൻ കാണുന്ന ഒരു കാര്യം പറയാം. ചില കയറുകളെ വലിച്ചു പൊട്ടിച്ച് കളയുന്ന, ചില പരിമിതികളെ വലിച്ചു പൊട്ടിച്ച് കളയുന്ന, ചില ബന്ധനങ്ങളെ അറുത്ത് കളയുന്ന ഒരു ദൈവിക വെളിപ്പാട് ഞാൻ കാണുന്നു. ആത്മാവിൽ അത് സംഭവിക്കുന്നു, ആത്മാവിൽ അത് സംഭവിക്കുന്നു, ആത്മാവിൽ അത് സംഭവിക്കുന്നു. ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച യേശു കർത്താവിന് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണ്ടേ? അപ്പത്തെ നുറുക്കിയത് ചെറിയ കാര്യമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, അതിനകത്ത് മാജിക് ഉണ്ടായിരുന്നു പാസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ തർക്കിക്കാൻ ഞാൻ വരുന്നില്ല. എന്നാൽ വ്യക്തമായി ഏത് കിങ്ഡത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത് എന്ന് ബോധമുള്ള കർത്താവിന് കരയിലെ കാര്യം മാത്രമല്ല, കടലിലെ കാര്യം കൂടെ മാനേജ് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് മാജിക് ആകാൻ പാടില്ലല്ലോ, അതൊരു ഇല്യൂഷൻ ആകാൻ പാടില്ലല്ലോ, അല്ലേ? തനിയെ പ്രാർത്ഥിക്കാൻ കയറിപ്പോയിട്ട് ശിഷ്യന്മാരെ കർത്താവ് ഗന്നസരത്ത് ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ 24-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വളഞ്ഞിരുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇന്നത്തെ പോലെ ആശയവിനിമയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത അന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തമായി അയ്യം വിളിക്കാനും സ്വന്തമായി ദൈവത്തെ വിളിക്കാനും സ്വന്തമായി ഇവർ പടകും കടലുമായി ബന്ധമുള്ളവരാകൊണ്ട് തന്നാൽ കഴിയുവോളം മാനുഷികമായി അത്യധ്വാനം ചെയ്യാൻ കഴിയുമെന്നതിനേക്കാൾ അപ്പുറമായി പിന്നെ ഒന്നും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനോ ചെയ്യാനോ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതിനപ്പുറം ഇനി എന്തോ ചെയ്യണം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്തോ? ശിഷ്യന്മാർ ആദ്യമായിട്ടല്ല കടലും പടകും കാണുന്നത്, ശിഷ്യന്മാർ ആദ്യമായിട്ടല്ല തിരമാലയും കാറ്റും കോളും കാണുന്നത്. അങ്ങനെ ഇരിക്കെ നടുക്കടലിലേക്ക് ചെന്നെത്തിയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കാറ്റ് പ്രതികൂലമെന്ന് എഴുതിയിരിക്കൊണ്ട് സ്വന്തമായി ദൈവത്തെ വിളിക്കുകയും
പടകും വെള്ളവും കടലുമായി ബന്ധമുള്ളവരാകെ കൊണ്ട് തന്നാൽ കഴിയുന്ന വണ്ണം പടക് മുങ്ങിപ്പോകാതിരിക്കാൻ ശ്രമിക്കുന്നതും അവരാൽ കഴിയുന്ന മാനുഷികമാകുന്ന കാര്യങ്ങളും കൂടെ ചെയ്യുകയല്ലാതെ ഇതിനപ്പുറം എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഇതിനപ്പുറം എന്ത് കാണിക്കാനായിട്ട് സാധിക്കും? ഒന്നും കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നോർമൽ കേസും അബ്നോർമലായി കഴിഞ്ഞാൽ, ഏതൊരു നോർമൽ സിറ്റുവേഷനും വേഴ്സ്റ്റ് ആയി കഴിഞ്ഞാൽ, ഏതൊരു സാധാരണമാകുന്ന കാര്യവും അസാധാരണമാകുന്ന തലങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന മാനുഷികമല്ലാത്ത ദൈവികമാകുന്ന ഒരു അതോറിറ്റി യേശുവിലുണ്ടായിരുന്നു. ഇത് ശിഷ്യന്മാർക്കും സാധ്യമായിരുന്നു. അതും കൂടെ പറയണം. ഞാൻ തുടക്കം മുതൽ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. അപ്പോൾ ഇത് ശിഷ്യന്മാർക്കും സാധ്യമായിരുന്നു എന്ന് യേശു തന്നെ ഇവിടെ പറയുന്നുണ്ട്. 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. ഞാൻ ഈ യാമങ്ങളെക്കുറിച്ചുള്ളൊരു മെസ്സേജ്, അല്ലെങ്കിൽ 4-ാം യാമം എന്ന ഈ യാമത്തിൻ്റെ ഒരു മെസ്സേജാണ് നാളെ രാവിലെ മോർണിംഗ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കരമല്ലാത്തൊരു വാക്കാട്ടോ ഈ 4-ാം യാമം എന്ന് പറയുന്നത്. 4-ാം യാമത്തിൻ്റെ മാത്രം, 1-ാം യാമം അല്ല, 2-ാം യാമം അല്ല, 3-ാം യാമം അല്ല, അവസാന യാമമാകുന്ന 4-ാം യാമത്തിന് ബൈബിളിലുള്ള പ്രത്യേകതയും ആ സാധനം നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വൻ കാര്യങ്ങളെക്കുറിച്ചുമാകുന്നു ഞാനൊരു ഷോർട്ട് മെസ്സേജായിട്ട് നിങ്ങളിലേക്ക് നാളെ പ്രഭാതത്തിൽ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിനെ സഹായിക്കട്ടെ. ഇതുവരെ അതിനുള്ള കാര്യങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല. ഇനി വേണം, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ കുറേ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം നിങ്ങളൊന്ന് നോക്കിയേ, 4-ാം യാമം എന്ന് പറയുന്ന സമയം ആർക്കും നമ്മുടെ അടുത്ത് വന്നുകൂടാത്ത സമയമാണ്, വരാൻ പറ്റാത്തൊരു സമയമാണ്. എല്ലാവരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന സമയമാണ്. പക്ഷെ ആ സമയത്ത് തണ്ട് വലിച്ച് വലയുന്ന ചില ശിഷ്യന്മാരെ കർത്താവിൻ്റെ കണ്ണിപ്പെടുക. പ്രാർത്ഥിക്കാൻ താൻ മലമേൽ കടന്നപ്പോൾ തന്നെ കടലിൽ നടക്കുന്ന വൻ ദുരന്തത്തെക്കുറിച്ച് കർത്താവിന് അറിയിപ്പ് കിട്ടി. ഞാൻ പ്രാർത്ഥനയുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന ചില അമ്മമാരിലേക്കും ചില പിതാക്കന്മാരിലേക്കും ചില കർത്തൃദാസിദാസന്മാരിലേക്കുമാണ് ഞാൻ ആത്മാവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ചിലടുത്ത് പ്രാർത്ഥിച്ചു പറഞ്ഞയച്ചതിന് ശേഷം ആ ദേശത്തിൽ, ആ വീട്ടിൽ, ആ പട്ടണത്തിൽ, ആ രാജ്യത്തിൽ തൊടുന്നുണ്ടാരെയോ, ആ ഒരു പെർട്ടിക്കുലർ സോണിൽ അവരെ മുക്കാൻ വരുന്ന വിഷയത്തെ നീ പ്രാർത്ഥനയുടെ മലയിൽ ഇരിക്കുമ്പോൾ തന്നെ തമ്പുരാൻ നിനക്ക് അരുളപ്പാട് തരും. ഞാനൊരു ദൂത് പറയാം. നിങ്ങളെ ആ വീട്ടിൽ നിന്ന് വിളിച്ച് ഒരു ദുരന്ത വാർത്തയും നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകത്തില്ല. നിങ്ങളെ അവിടെ നിന്ന് വിളിച്ച് ആരും ഇന്ന വീട്ടിൽ ഇവിടെ ഇന്ന വിഷയം നടക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടാകത്തില്ല. അവിടെ പ്രാർത്ഥിച്ച് കടന്നുപോയ വ്യക്തി നിങ്ങളോട് അവിടെ ഇന്ന ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷെ അവരവിടെ തണ്ട് വലിച്ചു വലയുമ്പോൾ, നിന്റെ സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയാൽ, അവരവിടെ തണ്ട് വലിച്ചു വലയുമ്പോൾ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് അതിന്റെ റിപ്പോർട്ട് ദൂതൻ എത്തിച്ചാൽ, അവരവിടെ തണ്ട് വലിച്ച് പ്രതികൂലത്തിനകത്ത് മുങ്ങാറാകുമ്പോ നിന്റെ ദൈവം അരുളപ്പാട് അറിയിച്ചാൽ, നിനക്ക് അവിടെ ആത്മാവിൽ കടന്നു ചെന്ന് ചിലതിനെ ശാസിക്കാൻ, ചിലത് ആത്മാവിൽ കടന്നു ചെന്ന് ചിലതിനെ ശാസിക്കാൻ, ആത്മാവിൽ കടന്നു ചെന്ന് ചിലതിനെ ബന്ധിക്കാൻ, ആത്മാവിൽ കടന്നു ചെന്ന് ചില അധികാരത്തെ കീഴ്പ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവം ഇടുന്നൊരു നിയോഗം എനിക്കും വേണം. അപ്പ അങ്ങനെ, ഓ മൈ ഗാഡ്, അങ്ങനെ ഒരു കൃപ എനിക്ക് വേണമെന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. അങ്ങനത്തെ ഒരു വരം ദൈവം തുറക്കുകയാണ്. എന്റെ ചോദ്യം, ശിഷ്യന്മാര് വിളിച്ചിട്ടാണോ യേശു അവിടെ എത്തിയേ? പത്രോസ് വിളിച്ചിട്ടാണോ? ന്യൂസ് ചാനൽസ് പുറത്തു വിട്ടിട്ടാണോ? ട്രെൻഡിങ് വീഡിയോ ആയിട്ടാണോ? വാട്സാപ്പ് സന്ദേശം കിട്ടിയിട്ടാണോ? അതോ ഏതെങ്കിലും ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടാണോ? എന്തുകൊണ്ട് യേശു അവിടെ എത്തി? ഇങ്ങനൊരു ദുരന്തം അവിടെ നടക്കും നേരത്തെ അറിഞ്ഞെങ്കിൽ കർത്താവ് പടകിൽ കയറും.
എന്നാൽ പ്രാർത്ഥിച്ച് വിട്ടത് യേശുവാണ്. ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദോഷം വരാൻ പാടില്ല. എന്നാൽ യേശുവിൽ നിന്ന് പല നാഴിക പടകു ദൂരത്തായപ്പോൾ ആരംഭിച്ച ഒരു പ്രശ്നത്തെ പ്രാർത്ഥനയുടെ തലത്തിൽ യേശു തിരിച്ചറിഞ്ഞതുകൊണ്ടും ചില ദൈവപ്രവർത്തികളും കൂടെ ശിഷ്യന്മാരുടെ മുമ്പിൽ എത്തണമെന്നുള്ളത് കൊണ്ടും തൻ്റെ ദൈവികത്വം അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഇത് എന്ന് യേശു അറിഞ്ഞിട്ടാണ് ആ സെക്കൻഡിൽ അവിടെ എത്തുന്നത്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൈവമക്കൾക്ക് വേണ്ടി, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്ന അളവിൽ വിശ്വസിക്കാത്ത പലരും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചയച്ചിട്ട് പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ടാകാം, നിങ്ങളോടുകൂടെ ജീവിക്കുന്നുണ്ടാകാം, അന്യനാട്ടിൽ വേല ചെയ്യുന്നുണ്ടാകാം, സ്വന്തം പട്ടണത്തിൽ കാണാം, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണാം. എന്നാലും ശ്രദ്ധിച്ച് കേട്ടോ, ഈ യേശു കാര്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞാൻ ഈ പറയുന്ന സന്ദർഭം വരെയും ശിഷ്യന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട് ഈ ഒരു അവസരം, ഈ ഒരു പ്രതികൂലത്തിൻ്റെ അനുഭവം അവർ യേശുവിൽ അധികം വിശ്വസിക്കാനും യേശുവിലുള്ള ദൈവികത്വത്തെ അധികം ഈ ശിഷ്യന്മാർ അംഗീകരിക്കാനും തക്കവണ്ണമുള്ള ഒരു അവസരമായി ഈ പ്രതികൂലത്തിൻ്റെ അനുഭവത്തെ കർത്താവ് മാറ്റിയതുപോലെ ഞാൻ യേശുവിൻ നാമത്തിൽ പറയുന്നു, ചില പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ, ചില വല്ലാത്ത കാറ്റിൻ്റെ അവസ്ഥകൾ, ചില തിരമാലയുടെ അനുഭവങ്ങൾ, നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിൻ്റെ, നിങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ, നിങ്ങളുടെ മേലുള്ള ദൈവ വിളിയുടെ പരിപൂർണതയെ ചിലർ തിരിച്ചറിയത്തക്ക നിലയിൽ ദൈവം അതിനെ അനുകൂലത്തിന്റെ ഒരു കാറ്റാക്കി മാറ്റാൻ പോകുവാണ്. ആമേൻ. ഇവിടെ വിശ്വസിച്ചേ പറ്റൂ ഇനി ശിഷ്യന്മാർ. കാരണം അവർ പഠിച്ച പണി 18 നോക്കി. അവരെ കൊണ്ട് അവർക്ക് കടലാദ്യമാണ്. ഈ മീൻപിടുത്തത്തിൽ നിന്നവർക്ക് കടലാദ്യമാണ്. ഹല്ലേലൂയ. മീൻപിടുത്തത്തിൽ നിൽക്കുന്നവർക്ക് കടലും കാറ്റും തിരമാലയും ഇതൊക്കെ ആദ്യമാണ് അല്ല. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നോക്കിയിട്ടും ചില കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട്, വരേണ്ടവൻ വന്നപ്പോൾ റിസൾട്ട് വന്നതുകൊണ്ടും യേശുവിലുള്ള ദൈവികത്വത്തെ അവർ അംഗീകരിച്ചു. വീണ്ടും ഒരു പടിയും കൂടെ അവർ അംഗീകരിച്ചതുപോലെ നിങ്ങളെ ചിലർ അംഗീകരിക്കാൻ സമയമായി. നിങ്ങൾ കൈകൊട്ടിപ്പാടാൻ പോകുന്നു എന്ന് ചിലരൊക്കെ പറഞ്ഞെങ്കിൽ അവരംഗീകരിക്കാൻ സമയമായി. നിങ്ങൾ തുള്ളാനാ പോണേന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് ചിലർ മനസ്സിലാക്കാൻ സമയമായി. ചിലർ ആമയം പറഞ്ഞ് സ്വീകരിക്കാൻ സമയമായി. ചില വീട്ടിൽ പ്രകാശം വെളിപ്പെടട്ടെ. ചില വ്യക്തികളുടെ മേൽ അങ്ങനെ ഒരു നിയോഗം കൈമാറപ്പെടട്ടെ. ചില വ്യക്തികളുടെ ഹൃദയങ്ങൾ മാനസാന്തരപ്പെടട്ടെ. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദൈവിക വീര്യം ചില ഹൃദയങ്ങളെ പോലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന നിലയിൽ ദൈവം അതിനെ വർദ്ധിപ്പിക്കാൻ പോകുവാണ്. 4-ാം യാമത്തിൽ കർത്താവ് അടുത്തു വന്നു. ഞാനൊരു ദൂത് പറയാം. പലരും നിങ്ങളുടെ അടുത്ത് വരാനില്ലാത്ത സന്ദർഭങ്ങൾ, പലർക്കും നിങ്ങളുടെ അടുത്ത് വരാൻ മനസ്സില്ലാത്ത സന്ദർഭങ്ങൾ, പലരും നിങ്ങളുടെ അടുത്ത് വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ഈ സാഹചര്യത്തിൽ, ഈ 4-ാം യാമത്തിൽ തമ്പുരാൻ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. അതേ, പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാകുന്ന 4-ാം യാമം, ആ യാമത്തിൽ സ്വർഗം നിങ്ങളുടെ അടുത്ത് വരുമെന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്ന് ടിങ് ടോങ് ബെൽ എന്ന് പറഞ്ഞ് രാത്രി 3 മണിക്ക് അടിക്കാറുണ്ടോ? ഇതാരാ, എവിടെന്നാ പറഞ്ഞേ, ഞാനിപ്പം എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ഗസ്റ്റിനെ പിടിച്ച് വീട്ടിൽ ഇരുത്താറുണ്ടോ പുലർച്ചെ 3 മണിക്ക്? അങ്ങനെ ഇരുന്നപ്പോൾ നിന്റെ അടുത്ത് വരണമെന്ന് തോന്നി എന്ന് പറഞ്ഞ് ആരെങ്കിലും പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ വന്നിട്ടുണ്ടോ? ഗസ്റ്റ് വന്നിട്ടുണ്ടോ? എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നെന്നിരിക്കും. അല്ലാതെ അങ്ങനെ കിടന്നപ്പോൾ എനിക്കൊന്ന് നിന്നെ കാണണമെന്ന് തോന്നിയെന്ന് പറഞ്ഞ് കൊച്ചു വെളുപ്പം കാലത്ത് ആരെങ്കിലും വിളിച്ചു വന്ന് എന്നാ ഒരു ചായ ഇട്ട്, എന്നാൽ പിന്നെ ഒരു ബിസ്ക്കറ്റ് കൂടെ ഇടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ആരും കടന്നു വരുന്ന ഒരു സമയമല്ല, കടന്നു വരാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമല്ലത്. ആ സമയത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. ആരും നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റായി വരാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമല്ല പുലർച്ചെ 3 മണി. എന്നാൽ അവിടെയും വന്ന് ചില വിഷയങ്ങൾക്ക് നീക്കുപോക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സംസാരിക്കുന്നത് ഒരു നാച്ചുറൽ റിലത്തെക്കുറിച്ചോ ഒന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ റിലത്തെക്കുറിച്ചാണ്. അത്ഭുതകരമാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു സമയമാണത്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അവനൊരു ഭൂതമുണ്ടെന്ന് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. കേട്ടോ, ഇവിടെ ഇവർക്ക് ആ യേശു ചെയ്ത ആ മിറാക്കിൾ അല്ലെങ്കിൽ ആ ഒരു കൽപ്പന അവിടെ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവരുടെ ആ ധൈര്യമാണ്.
എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ സംശയിച്ചത് എന്ത് എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അപ്പോൾ യേശുവിനൊരു അക്സെപ്റ്റൻസും കൂടെ കിട്ടുന്ന ഒരു സമയമാക്കി, സന്ദർഭമാക്കി ഈ പ്രതികൂലത്തിൻ്റെ അവസ്ഥയെ കർത്താവ് മാറ്റിയതുപോലെ നിങ്ങൾ സ്വീകരിച്ച ക്രിസ്തുവിനെ ചിലർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പല രാജ്യത്തിൽ, പല പട്ടണത്തിൽ, പല ഓഫീസിൽ, പലരുടെ കീഴിൽ അവർ ഈ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നീ ദൈവപുത്രൻ എന്ന് ശിഷ്യന്മാർ അംഗീകരിച്ചതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവ സന്തോഷത്തെ ചിലർ അംഗീകരിക്കാൻ പോകുവാണെന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ചില മേഖലകൾ കർത്താവ് തുറക്കാൻ പോകുവാണ്. ആ യാത്ര വഴിയിൽ മുടങ്ങി നിന്നൊരു സന്ദർഭത്തിൽ യേശുവും കൂടെ കയറി ആ യാത്ര റീസ്റ്റാർട്ട് ചെയ്തതുപോലെ മുടങ്ങി നിന്ന ചില കാര്യങ്ങൾ, വഴിയിൽ തടഞ്ഞു നിന്ന ചില കാര്യങ്ങൾ, വഴിയിൽ കുടുങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ, തിരമാലകൾ മുടക്കിക്കളഞ്ഞത്, കാറ്റ് കെട്ടിക്കളഞ്ഞതാകുന്ന ചില യാത്രകൾ വീണ്ടും പുനരാരംഭിക്കാൻ പോകുവാണെന്ന് ദൈവാത്മാവ് പറയുന്നു. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ നിന്റെ കൈകളിലേക്ക് വരാൻ പോകുവാണ്. കടൽ പിടിച്ചു വെച്ച ചില കാര്യങ്ങൾ, കടൽ പിടിച്ചു വെച്ച ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ പിടിച്ചു വെച്ച ചില കാര്യങ്ങൾ, ആമേൻ, ചില ദേശം പിടിച്ചു വെച്ച ചില കാര്യങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ കൈകളിലേക്ക് ദൈവാത്മാവ് റിലീസ് ആകട്ടെ. In the name of Jesus Christ. അത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുവാണ്. മുടങ്ങിക്കിടന്നത് ഗന്നസരത്ത് നിന്നെ കാണിക്കത്തില്ല, ആ ദേശത്ത് നിന്നെ ശുശ്രൂഷ അനുവദിക്കത്തില്ല, അവിടെ നീ ദൈവവേല ചെയ്യത്തില്ല, അവിടെ കെട്ടിക്കിടക്കുന്ന മനുഷ്യനെ നീ വിടിവിക്കത്തില്ല, അവിടുത്തെ 12,000 ലഗ്യോൻ ഭൂതങ്ങളെ നീ പുറത്താക്കത്തില്ല എന്ന് പറഞ്ഞ് വഴിയിൽ കെട്ടി തടഞ്ഞ് കടലിൽ മുക്കിക്കളയാൻ പദ്ധതി ഇട്ടതിനെ ആത്മാവ് പൊക്കിയെടുക്കുന്നത് പോലെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ചിലതിന്റെ നന്മകൾ സ്വർഗം തുറന്നു വിടുകയാണ്. വിശ്വസിക്കുന്നവരുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ളവർ ചേർന്ന് രാമേൻ പറയട്ടെ. ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ നിലവാരത്തിൽ കർത്താവേ എന്നെ ഒന്ന് ഉയർത്തണമെന്ന്, ആ നിലവാരത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നതൊന്ന് റിലീസ് ചെയ്യണമെന്ന്, ആ നിലവാരത്തിൽ മുടങ്ങി കിടക്കുന്നതൊന്ന് റിലീസ് ചെയ്യണമെന്ന് എത്ര ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? അത്ഭുതത്തിന്റെ വാർത്തകൾ കാതിൽ വരുന്ന, അതിശയത്തിന്റെ വാർത്തകൾ കാതിൽ വരുന്ന ഒരു സീസൺ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുവാണ്. നിങ്ങളെ പരിഹസിച്ചവർ കാണുക, നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ കാണുക, എന്നെ പ്രാർത്ഥിച്ചു വിട്ടിട്ടും എനിക്കെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് നിൽക്കുന്ന ചിലരുടെ അരികിലേക്ക് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ഈ മാസത്തിന്റെ അവസാനം ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ആരാധന. കൊടുക്കുക. ആ കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, ഈ വാഗ്ദത്തം സ്വീകരിക്കാൻ കഴിയുന്നവർ, അകത്തെ അങ്ങനൊരു തിക്കലുള്ളവർ ഇതിനെ സ്വീകരിക്കട്ടെ. ഇത് തുറക്കപ്പെടുന്ന ഒരു മാസമാ. മുടങ്ങിക്കിടന്നത് തുറന്നു വരുന്ന, നിങ്ങൾ ഓർത്തു നോക്കിയേ, പ്രാർത്ഥിച്ചു വിട്ട ശിഷ്യന്മാരെ കടലിൽ മുക്കാൻ, പ്രാർത്ഥിച്ചു വിട്ട ശിഷ്യന്മാരെ ഗന്നസരത്ത് കാണിക്കത്തില്ലെന്ന് പറയാൻ, പാട്ടും പാടി ദൈവഗാനവും പാടി പോയവനെ കര തൊടിക്കത്തില്ല എന്ന് പറയാൻ, കടലിനകത്ത് പാത്തിരുന്ന അപകടത്തെ അമർച്ച ചെയ്തതുപോലെ പതിയിരിക്കുന്ന ചില അപകടങ്ങളെ, അനർത്ഥങ്ങളെ ഇന്ന് ഒരുമിച്ച് സഭ പ്രാർത്ഥിച്ച് തകർക്കുകയാണ്. Regal Tamorian Targasia. Come on, Ritamo Sageltamia, Riltamo Sakania Ruha, in the powerful name. ഞാൻ ആത്മാവിൽ കാണുന്നു ഒരു ദൈവിക കാറ്റ് വീശുന്നു.
അപ്പൊ ഈ ജനത്തെ ഇവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ സ്വർഗം മൂടുന്നതിനായി, ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് ഈ ജനത്തെ സ്വർഗം മൂടുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഒരു പുനരാരംഭം ഇവരുടെ ജീവിതത്തിൽ ഓപ്പൺ ആകട്ടെ. ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി അതിനായി ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. നിറഞ്ഞ മനസ്സോടെ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ്